ചൈനയുടെ അയൽ രാജ്യങ്ങളുമായി കൈകോർത്ത് ഇന്ത്യ പുതിയൊരു പ്രതിരോധ മതിൽ തീർക്കുകയാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് വിയറ്റ്നാം, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളുമേക്ക് ഒരു സുപ്രധാന യാത്രയിലാണ്. എന്തുകൊണ്ടാണ് ഈ രണ്ട് രാജ്യങ്ങൾ ഇന്ത്യയ്ക്ക് ഇത്രയധികം പ്രധാനപ്പെട്ടതാകുന്നത്? ഈ യാത്രയ്ക്ക് പിന്നിലെ ആഗോള തന്ത്രമെന്താണ്? നോക്കാം. ആദ്യത്തെ സ്റ്റോപ്പ് വിയറ്റ്നാമാണ്. സൗത്ത് ചൈന കടലിൽ ചൈനയുടെ കടന്നുകയറ്റത്തിന് ഇരയാകുന്ന രാജ്യമാണ് വിയറ്റ്നാം. ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ രാജ്നാഥ് സിംഗ് ലക്ഷ്യമിടുന്നത് 3 കാര്യങ്ങളാണ്. 1. സൈനിക സഹകരണം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസങ്ങൾ വർദ്ധിപ്പിക്കുക. 2. ആയുധ നിർമ്മാണം. ഇന്ത്യയുടെ ആയുധങ്ങൾ വിയറ്റ്നാമിന് നൽകാനും അവിടെ സംയുക്തമായി നിർമ്മിക്കാനും വഴിയൊരുക്കുക. 3. സമുദ്ര സുരക്ഷ. ഇന്ത്യൻ മഹാസമുദ്രത്തിലും പസഫിക്കിലും ചൈനയെ പ്രതിരോധിക്കാൻ വിയറ്റ്നാമിനെ ഒരു കരുത്തുറ്റ പങ്കാളിയാക്കുക. യാത്രയുടെ 2ാം ഘട്ടം ദക്ഷിണ കൊറിയയിലേക്കാണ്. പ്രതിരോധ സാങ്കേതികവിദ്യയിൽ ലോകത്തെ മുൻനിരയിലുള്ള രാജ്യമാണ് ദക്ഷിണ കൊറിയ. 8 വർഷത്തിനു ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രതിരോധ മന്ത്രി കൊറിയ സന്ദർശിക്കുന്നത്. സെമി കണ്ടക്ടറുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അത്യാധുനിക മിസൈലുകൾ എന്നിവയിൽ കൊറിയയുമായി കൈകോർക്കുന്നത് ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് വലിയൊരു കുതിപ്പേകും. ചൈനയെ നേരിടാൻ ആവശ്യമായ ഹൈടെക് ആയുധങ്ങൾ സ്വന്തമാക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. കൊറിയയുമായി ഇന്ത്യയ്ക്ക് വൈകാരികമായ മറ്റൊരു ബന്ധം കൂടിയുണ്ട്. പണ്ട് കൊറിയൻ യുദ്ധകാലത്ത് പരിക്കേറ്റ സൈനികരെ ചികിത്സിക്കാൻ ഇന്ത്യ അയച്ച 60 പാരഷൂട്ട് ഫീൽഡ് ആംബുലൻസ് എന്ന യൂണിറ്റ് ഇന്നും അവിടെ ആദരവോടെ സ്മരിക്കപ്പെടുന്നു. 2 ലക്ഷത്തിലധികം പേരെയാണ് അന്ന് ഇന്ത്യൻ സൈന്യം ചികിത്സിച്ചത്. ഈ ഓർമ്മയ്ക്കായി ഒരു ഇന്ത്യൻ വാർ മെമ്മോറിയൽ അവിടെ ഉദ്ഘാടനം ചെയ്യാനും രാജ്നാഥ് സിംഗിന് പ്ലാനുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ രാജ്യങ്ങളെ ഇത്രയധികം ചേർത്ത് നിർത്തുന്നത്? ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് അഥവാ ആക്ട് ഈസ്റ്റ് പോളിസിയുടെ ഭാഗമാണിത്. ചൈനയുടെ ആധിപത്യം തടയാൻ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായി ശക്തമായ സഖ്യമുണ്ടാക്കുക എന്നത് ഇന്ത്യയുടെ മാസ്റ്റർ പ്ലാനാണ്. ഇന്ത്യ, വിയറ്റ്നാം, ദക്ഷിണ കൊറിയ സഖ്യം ശക്തിപ്പെടുന്നത് ഏഷ്യയിലെ ശക്തി സമവാക്യങ്ങൾ തന്നെ മാറ്റിക്കളയും. ചൈനയെ വളയാനുള്ള ഇന്ത്യയുടെ ഈ നയതന്ത്ര നീക്കം വിജയിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള ഈ പുതിയ പ്രതിരോധ സഖ്യം മേഖലയിൽ സമാധാനം കൊണ്ടുവരുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ പ്രതിരോധ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.